ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ നീവൽ പക്ഷിക്കും ചെറുകുരിയിലും രാവിലെ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. രാവിലെ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. 92-ാം സങ്കീർത്തനം 3-ാം വാക്യം, രാവിലെ അങ്ങയുടെ ദയയെയും രാത്രിതോറും അങ്ങയുടെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നത് നല്ലത്. ദൈവഭക്തനായ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു കാര്യം സങ്കീർത്തകൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ദൈവത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങളായ ദയയെയും വിശ്വസ്തതയെയും വർണ്ണിക്കുക. നന്ദി പറയുവാൻ എത്രയേറെ കാരണങ്ങളാണ് നമുക്കുള്ളത്. നല്ല ജീവിതം, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, സുഹൃത്തുക്കൾ തുടങ്ങി അനേകം. ഇവിടെ അദ്ദേഹം 2 വ്യത്യസ്ത സമയങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, പ്രഭാതം. ഓരോ പ്രഭാതവും ദൈവം നമ്മിൽ ചൊരിയുന്ന മഹാദയയുടെ ഓർമ്മയിൽ ആരംഭിക്കാം. 2, രാത്രി. ഓരോ പ്രദോഷങ്ങളിലും ഉറങ്ങുന്നതിന് മുൻപ് വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന ദൈവിക വിശ്വസ്തതയെ ധ്യാനിക്കാം. സർവശക്തൻ അതിന് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, ഓരോ ദിനരാത്രങ്ങളിലും അങ്ങ് നൽകുന്ന നന്മകൾക്ക് നന്ദി. അവ ആസ്വദിച്ച് അങ്ങയുടെ ദയയെയും വിശ്വസ്തതയെയും വർണ്ണിച്ച് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ കൃപ നൽകണമേ. ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.